സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ നമുക്ക് ലഭിച്ച വലിയ കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നമ്മെ ഓർപ്പിച്ചതാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് അവിടുത്തെ നാമത്തിൽ ഉത്ഥാനം ചെയ്ത അദൃശ്യനായ ആത്മാവിൽ നമ്മളോടൊപ്പമായിരിക്കുന്നതാണ്. നമ്മുടെ ആത്മാവിൽ വന്ന് വസിച്ചുകൊണ്ട് നമ്മയും തന്നോടൊപ്പം ആക്കിയ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കാരുണ്യവും ഓർത്ത് നമുക്ക് നന്ദി പറയാം. കാരണം നമ്മളാരും അതിന് യോഗ്യരല്ല. ശതാധിപൻ്റെ വീട്ടിലേക്ക് ഈശോ വരാമെന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ്റെ കാഴ്ചപ്പാണ്, കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ആത്മാവിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്ന സമയത്ത് ലത്തീൻ കുർബാനയിൽ നാം അങ്ങനെയാണ് പറയുക, കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് വരുവാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആഗോള സഭയിൽ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഓർഡിനറി ടൈമിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഈ കാലഘട്ടത്തിലൂടെ മനുഷ്യവർഗത്തിന് തന്നെ വെളിപ്പെടുത്തിയ കാലഘട്ടത്തിലൂടെ നമ്മെ തിരുസഭ നയിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നവരാണ്. ഇന്നലെ ചിന്തിച്ചു പോലെ നമുക്ക് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടു പോയ നമുക്ക് ആ മഹത്വം വീണ്ടും തിരികെ നൽകാനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. ഇന്നും തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് ആഗോള സഭയിൽ നിന്ന് മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് അതുതന്നെയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 14 പറയാണ്, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കാവുന്നതുപോലെ അവനും അവയിൽ ഭാഗവാക്കായി. മനുഷ്യനായി വന്ന ദൈവം നമ്മെ പോലെ ആയിത്തീർന്നു. ദൈവം അരൂപിയാണ്, ആത്മാവാണ്. ദൈവത്തിൽ നമ്മെ പോലെ ശരീരമില്ല. പക്ഷെ നമ്മിൽ ഒരുവനാകാൻ വേണ്ടി ദൈവം മനുഷ്യനായി നമ്മെ പോലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉള്ളിലൂടെ വചനം മാംസമായി മാറി. നമ്മെ പോലെ ഒരു മാംസമായി മാറിയ നമ്മെ പോലെ ദൈവം നമ്മുടെ എല്ലാ മേഖലകളിലൂടെ കടന്നുപോയി നമ്മളെ വിശുദ്ധീകരിച്ച ഒരു ദൈവത്തിന്റെ മനുഷ്യ അവതാരം നമ്മളത് അറിയണം. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനങ്ങളുണ്ട്. അവിടെ 4 ഇങ്ങനെ പറയുന്നുണ്ട്, 14 സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. പലരുടെയും സംശയം ഇതാണ്, ഞാൻ എന്തിന് ഇത് സഹിക്കണം? ഞാൻ എന്തിന് ഇങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നു പോകണം? ഇവിടെയാണ് വചനം പറയുന്നത്, നമുക്ക് മുമ്പേ നാം ഇന്ന് നമുക്ക് മുമ്പേ കടന്നു പോയവനാണ് അവൻ. നാം ഏത് അവസ്ഥയിലാണോ, ഏത് സഹനത്തിലാണോ, ഏത് ദുഃഖത്തിലാണോ, ഏത് രോഗത്തിലാണോ, ഏത് പ്രയാസത്തിലാണോ നാം പൊക്കൊണ്ടിരിക്കുന്നത്, അതെ, നമുക്ക് മുമ്പേ അവൻ പോകുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പേ കടന്നുപോയി സകല അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കും. ഞാൻ സകല ഇരുമ്പ് ഓടാമ്പുകളെ ഒടിക്കുന്ന
ദൈവമായ കർത്താവാകുന്നെന്ന് സൈറസിനോട് പറഞ്ഞ് യെശയ്യാ 45 1-2 വചനങ്ങളിലൂടെയാണ്. യേശു ദൈവപുത്രനായവൻ, സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവുമായവൻ നമ്മിൽ ഒരുവനായി മാറി. ഈ ഭൂമിയിൽ ആദം മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഇനിയും ജനിക്കുവാനിരിക്കുന്ന ഒരു മനുഷ്യനും പറയാൻ ഇടയാകരുത്, ഞാൻ കടന്നു പോകുന്ന എന്താണെന്ന് നിനക്കറിയില്ല ദൈവമേ എന്ന് പറയാൻ ഇടയാകാത്ത വിധത്തിൽ അവൻ നമുക്ക് മുമ്പേ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ നമ്മളെ കൈപിടിച്ചു നടത്തുന്നവനാണ്. നമ്മളത് അറിയണം. നമ്മളത് അറിയണം പൂർണ്ണമായി. പലപ്പോഴും നമ്മൾ പറയുന്നത് ദൈവം എന്നെ കൈവിട്ടെന്ന്. ഇല്ല, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നാം ഇന്ന് എബ്രായ ലേഖനം പറയുന്നുണ്ട്, അവൻ പാപം ചെയ്തിട്ടില്ല. നാം പാപത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പാപത്തിന്റെ ശിക്ഷ നാം അനുഭവിക്കുമ്പോൾ നാം പാപം ചെയ്തിട്ടാണ്. എന്നാൽ അവൻ പാപം ചെയ്യാതെ തന്നെ നമുക്കുള്ള ശിക്ഷ അവൻ അനുഭവിച്ചു. നാം പാപം ചെയ്തിട്ട് അനുഭവിക്കേണ്ട ശിക്ഷ, പരിശുദ്ധരിൽ പരിശുദ്ധനായവൻ നമുക്ക് പകരമായ ശിക്ഷ അനുഭവിച്ചു. വിശുദ്ധനായി തന്നെ നിന്നുകൊണ്ട് നമ്മളത് അറിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ അതും വചനത്തോട് ഓർപ്പിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 5-ാം-21 പറയുന്നുണ്ട്, അവനിൽ നാം എല്ലാവരും, യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, അനീതിയുള്ളവരായ നമ്മളെ നീതിമാന്മാരാക്കി നീതിയുള്ളവരാക്കി മാറ്റേണ്ടതിന് പാപം അറിയാത്തവനെ, യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുമ്പോൾ അവൻ പാപം ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ പാപം മുഴുവനും അവന്റെ മേൽ ദൈവം ചുമത്തി. നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റം ആരെങ്കിലും നമ്മുടെ മേലെ ആരോപിച്ചാൽ നമ്മൾ പ്രതികരിക്കും. നമ്മൾ പറയും, ഞാൻ ചെയ്തിട്ടില്ല, പിന്നെന്തിനാ ഞാനത് അനുഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ അറിയേണ്ടത്, പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുടുംബത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായിരിക്കാം, ഏതെങ്കിലുമൊക്കെ വ്യക്തിബന്ധങ്ങളുടെ ഇടയിലായിരിക്കാം. പലപ്പോഴും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, നാം തെറ്റ് ചെയ്യാതെ പോലും അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സഹനം കടന്നു പോകുമ്പോൾ നാം അറിയേണ്ടത് ക്രിസ്തു നമ്മിൽ ഉണ്ട് എന്നാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വെറും മനുഷ്യരായിരുന്നെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധരെല്ലാം കടന്നുപോയൊരു വഴിയാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് നാം, യേശു നമ്മിലുള്ളത് കൊണ്ട് നാം ആ സഹനത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, മാതാപിതാക്കൾക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ യേശു നമ്മളിൽ ഉള്ളത് കൊണ്ട്. യേശു ഇല്ലായിരുന്നത് കൊണ്ട് അവർക്കത് അറിയില്ല. പക്ഷെ നമ്മളിൽ യേശു വസിച്ചുകൊണ്ട് നമ്മളെ അതിലൂടെ കടത്തിക്കൊണ്ടുപോയി അവർക്ക് വേണ്ടി ആ സഹനം നമ്മളിലൂടെ പൂർത്തിയാക്കുന്ന, അവരെയും കൂടെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. സഹനത്തിൻ്റെ മൂല്യം അതാണ്. നമ്മളത് അറിയണം. പലപ്പോഴും നമ്മളുടെ എല്ലാം കാഴ്ചപ്പാട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഹനം എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾ ഉൾപ്പെടെ. നമുക്ക് സഹനം മാത്രം വേണ്ട, വേറെ എല്ലാം സുഖങ്ങൾ വേണം, ആഡംബരങ്ങളും സന്തോഷങ്ങളും ഒക്കെ കുഴപ്പമില്ല, പക്ഷെ സഹനം മാത്രം നമുക്ക് വേണ്ട. യേശു ഈ ലോകത്തിലെ സകല ആഡംബരങ്ങളും സകല പാപസുഖങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് അവൻ സഹനം മാത്രം പുൽകിയവനാണ്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയ്ക്ക് വേണ്ടി, ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി അവൻ സകല ലോകത്തിൻ്റെതായ സുഖങ്ങളും, ലോകത്തിൽ നമ്മെപ്പോലെ ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന് പിറന്നിട്ട് ഈ ലോകത്തിലെ സകല സുഖങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ട സകല സഹനങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചവനാണ്. ആണ് ഏശയ്യാ എഴുതി വെച്ചത്. ഏശയ്യായുടെ പ്രവചനം യേശുവിൻ്റെ ജനനത്തിന് 750 വർഷം മുമ്പ്. അവൻ ദുഃഖവും വേദനയും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവൻ്റെ രൂപം മനുഷ്യൻ്റെതായിരുന്നില്ല.
നമ്മുടെ പാപങ്ങളും പാപത്തിന് ശിക്ഷയും ഏറ്റപ്പോൾ അവന് ശിരസ് മുതൽ പാദം വരെ വ്രണമേക്കാത്തായിട്ട് ഒരിടം പോലും ഇല്ല. കാരണം നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് അവന്റെ ശരീരത്തിൽ, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മൾ ഏൽക്കേണ്ട അടികളാണ് അവൻ നമുക്ക് പകരമായി ഏറ്റത്. അവൻ ഏറ്റ അടികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ചുമ്മാ ഒന്നുമല്ല. മരണത്തിലേക്കും പീഡാസനത്തിലേക്കും അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യവർഗം മുഴുവൻ്റെയും പാപത്തിന്റെ ശിക്ഷ അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. അല്ലെ, ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി എന്ന് 2 കൊരിന്തോസ് 5:21 പരിശുദ്ധാത്മ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ ഇതിന്റെ അർത്ഥം ഇതാണ്. അവൻ നമ്മുടെ രൂപത്തിലായി, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ആ ക്രൂശിത രൂപം. നിയമം പറയുന്നത്, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിയമാവർത്തന പുസ്തകത്തിൽ, കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. യഹൂദരുടെ ഇടയിൽ ഒരുവൻ കുരിശിൽ തൂക്കപ്പെട്ടാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അവിടെയും പൗലോസ് പറയുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ ക്രൂശിത രൂപത്തിൽ, അവനെ കാണുമ്പോൾ ആ കുരിശിൽ കിടക്കുന്ന ക്രൂശിത രൂപം, അവൻ അങ്ങനെ ആയത് നമുക്ക് പകരമായി അവൻ ശപിക്കപ്പെട്ടവനായി അറിഞ്ഞുകൊണ്ട് നമ്മുടെ മേൽ വരാനിരുന്ന പാപശാപ ബന്ധനങ്ങൾ അവൻ ഏറ്റെടുത്തത് കൊണ്ടാണ് നിയമപ്രകാരം അവൻ ക്രൂശിതനായത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനത്. നമ്മുടെ ശാപം നമുക്ക് വരാനിരുന്നത് നമ്മുടെ മേൽ വരാതിരിക്കാൻ വേണ്ടി അവൻ ശാപമായി അവൻ തന്നെ അതിന് അടിമയാക്കി മാറ്റി. ഇപ്പോഴോ നമ്മൾ അല്പം മുമ്പ് വിശുദ്ധ ഈ പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുവല്ലേ. സർവശക്തനായ പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുകയാണ്. പ്രസന്റൻസ് ആണ്. കഴിഞ്ഞതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോഴുള്ള അവസ്ഥ പറയാണ്, പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം, അല്ലെ ലോകം അവസാനിക്കുന്നത് വരെയും അവൻ മനുഷ്യ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിൽ വലത്തുഭാഗത്ത് ഓരോ മനുഷ്യന്റെയും പാപത്തിന്റെ ഏറ്റ ശിക്ഷയും ശാപങ്ങളും അവന്റെ ശരീരത്തിൽ അടയാളമായി ദൈവസന്നിധി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ അവൻ നമുക്ക് പകരമായി നമ്മുടെ, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം, ലോക അവസാനം വരെയും അവൻ മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇന്നും സഭയിലൂടെ നടക്കുന്ന ഓരോ പ്രക്രിയയും കുദാശകളും അതിൻ്റെ മൂല്യമായി അവൻ ഇന്നും മനുഷ്യ ശരീരം പോലെ ഒരു ശരീരത്തിൽ വേദനയുള്ളവനായി, ദുഃഖമുള്ളവനായി അവൻ മഹത്വപൂർണനാണ്. പക്ഷെ അവൻ്റെ ശരീരത്തിൽ എത്രയോ വിശുദ്ധർ കണ്ടു അവൻ്റെ മുറിവേക്കപ്പെട്ട, അല്ല, അവൻ്റെ കൈകളും ആണിപ്പഴുതികളും കാണിച്ചുകൊണ്ടാണ് സകല വിശുദ്ധർക്കും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം എപ്പോഴും പറയുന്നത്, അവൻ കുരിശിന്റെ അടയാളത്തോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിലൊരു കുരിശുമായിട്ടല്ല, അവൻ തന്നെ അവൻ്റെ ശരീരത്തിലെ ആണിപ്പഴുതികളുമായി, അവൻ്റെ ശരീരത്തിലെ അവൻ്റെ നെഞ്ചിലെ വിലാപ്പുറത്തെ മുറിവുമായിട്ട് അവൻ കടന്നു വരും. തോമസ് ലീഗ സംശയം പറഞ്ഞപ്പോൾ യേശു വന്നത് ഒരു കയ്യിലൊരു മരക്കുരിശുമായിട്ടല്ല. അവൻ്റെ തോമസ് ലീഗ സംശയമായിരുന്നു, അവൻ്റെ കൈകളിൽ ഞാൻ ആണിപ്പഴുതികൾ കാണണം, അവൻ്റെ കാൽപാദങ്ങളിലും ആണിപ്പഴുതികൾ ഞാൻ കാണണം, അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയൊരു മുറിവുണ്ട്, അത് ഞാൻ കാണണം. ആ മുറിവിൽ എൻ്റെ കൈവിരൽ വെച്ചുകൊണ്ട് സംശയം തീർത്താൽ മാത്രമേ അത് യേശുവാണ്, അവൻ മരിച്ചുയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് തോമസ് ലീഗ ശാഠ്യം പിടിച്ചു. നമ്മുടെ പ്രകൃതി അങ്ങനെയാണ്, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, കണ്ടാലേ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇന്നും പലപ്പോഴായി വിശുദ്ധ കുർബാനയിൽ കാണപ്പെടുന്നവനായി പലപ്പോഴും പലർക്കും സംശയം തീർക്കാൻ വേണ്ടിയാണ്. ഇറ്റലിയിലെ ലാൻസിയാനയിലെ ദിവ്യകാരുണ്യ അത്ഭുതം അതാണ്ട് അത് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ അവൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് തോമസ് ലീഗായോട് പറഞ്ഞ ആ വചനം പലപ്പോഴും മനുഷ്യരായതുകൊണ്ട് നാം മറന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും, എപ്പോഴുമല്ല, ചിലർക്കൊക്കെ കാണപ്പെടുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന്. അതാണ് ദർശനത്തിൽ യോഹന്നാന് പാറ്റ്മോസ് ഐലൻഡിൽ വെച്ച് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയൊരു മേഖലയാണ്. വെളിപാട് 5:6 പറയുന്നത് പലപ്പോഴും ചിന്തിച്ച വചനമാണ്. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു.
യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ നാം അവനോടൊപ്പം ആത്മാവിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ഈ പ്രകൃതി, നമ്മുടെ പാപങ്ങളും ശാപങ്ങളും വഹിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന് അവനേറ്റ ശിക്ഷയുമായി ദൈവപിതാവിൻ്റെ ദൈവനീതിക്ക് മുമ്പിൽ നമ്മുടെ പാപത്തിന് കണക്ക് തീർത്തത് അത് വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിലെ സഭയിലെ ഓരോ കുദാശകളുടെയും ഫലം ലഭിക്കുന്നത് യേശു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി താൻ സഹിച്ച സഹനങ്ങളും പീഡകളും പിതാവിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും പ്രാർത്ഥന ഉയരുമ്പോൾ വചനം പറയുന്നുണ്ടല്ലോ, അവൻ അതേ പിതാവ് അതേ അതേ എന്ന് പറയും. യേശുവിന്റെ നാമത്തിലെല്ലാം അതേ എന്നാണ് പറയുന്നത്. എല്ലാം അതേ അതേ. തിരുസഭ ഒരു കാര്യം പറയുമ്പോൾ അതേ അതേ എന്ന് പിതാവിൻ്റെ മുമ്പിൽ സമ്മതിച്ചുകൊണ്ട് അതിൻ്റെ ആ കൃപ നമുക്ക് സഭയിലൂടെ കുദാശയിലൂടെ തരികയാണ്. കുമ്പസാരക്കൂട്ടിൽ നാം ഇരുന്ന് പാപങ്ങൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയി എൻ്റെ ദൈവം, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു പറയുമ്പോൾ യേശു നമുക്ക് വേണ്ടി ഏറ്റവും മുറിവ് പിതാവിനോട് കാണിച്ചുകൊണ്ട്, അപ്പാ അവരിപ്പോൾ ഏറ്റുപറഞ്ഞ ആ പാപത്തിൻ്റെ ശിക്ഷയാണ് ഇത്, അത് ഞാൻ അനുഭവിച്ചതാണ് അവർക്ക്, അതുകൊണ്ട് അവരുടെ അനുതാപത്തിൻ്റെ യോഗ്യത, സഭയിലൂടെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ 20:20 അപ്പോസ്തലന്മാർക്ക് തിരുസഭയ്ക്ക് നൽകിയ അധികാരം. ഭൂമിയിൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ സ്വർഗത്തിലും മോചിപ്പിക്കപ്പെട്ടിരിക്കും. അത് നമുക്ക് സഭ കൂദാശയിലൂടെ നൽകുമ്പോൾ അത് യേശു ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് അത് ഏറ്റുപറയുന്നത് കൊണ്ടാണ് ആ മൂല്യം നമ്മളത് അറിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുമ്പസാരക്കൊണ്ടിരിക്കുന്ന പുരോഗതിൻ്റെ ഒരു നിഴല് മാത്രമാണ്. യഥാർത്ഥ്യം സ്വർഗത്തിൽ ദൈവസിംഹാസന വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഒരു ബലിയർപ്പണം അവിടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും. അതെ, ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെടാത്ത ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. താഴോട്ട് വായിക്കുമ്പോൾ ആ സ്വർഗവാസികൾ മുഴുവനും ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ കുഞ്ഞാടിന് മുമ്പിൽ ദൈവം മുട്ടുകുത്തിക്കൊണ്ട് അവനെ ആരാധിക്കുകയാണ്. അവർ പറയുകയാണ്, എന്താ ആ പുസ്തകച്ചുരുൾ, നമ്മുടെ സകല കുറവുകളും പാപങ്ങളും നന്മകളും എഴുതിയിരിക്കുന്ന ആ പുസ്തകം, അത് തുറക്കുവാനും അതിന് യോഗ്യനും കാരണം നീ അതിനുള്ള യോഗ്യത സ്വീകരിച്ചവനാണ്, നീ അതിന് പരിഹാരം ചെയ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരെ, എപ്പോഴും പറയുന്ന പോലെ എല്ലാ ജാതി ജനതകളിലും, നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടൊന്നുമല്ല, ഭൂമിയിലുള്ള സകല വംശങ്ങളിലും ഗോത്രങ്ങളിലും ഉള്ളവർക്ക് വേണ്ടിയാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ആ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. യേശുക്രിസ്തു കാൽവരിയിൽ ഭൂമിയിലെ നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. പൗലോസ് കൊരിന്തോസ് 1 കൊരിന്തോസ് 6:3 പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. തീർച്ചയായിട്ടും നമ്മളൊരു ജഡികമായ ശരീരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ദൈവം നമ്മുടെ ദൈവവചനപ്രകാരമായിരിക്കട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെന്നാണ്. ദൈവവചനപ്രകാരം. ഇതിന് താഴോട്ട് പറയുമ്പോൾ അവിടെ അനേകം മാലാഖമാരും സ്വർഗത്തിലെ വിശുദ്ധരും ഒക്കെ കൊല്ലപ്പെട്ട 12 വെളിപാട് 5:12 പറയുന്നത്, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ പോലെ ഇന്നും നമ്മെ പോലെ ഒരു ശരീരം ഉള്ളവനായി ദൈവസിംഹാവല വീണ്ടും വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോഴും ശരീരത്തിലെ മുറിവുകളുമായിട്ടാണ്. കാരണം അവനെ കുത്തിവെങ്കൽ പോലും അവനിലേക്ക് നോക്കും. എല്ലാ ജനതകളും മലകളോട് തങ്ങളുടെ മേൽ വീഴുക എന്ന് പറഞ്ഞാൽ വിലപിക്കുന്ന. അതുകൊണ്ട് നമ്മളിത് അറിയണം.
ഈ ഭൂമിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാത്താൻ പലതും പറയും നമ്മളോട്. പക്ഷേ സത്യം ഇതാണ്, വചനം ഇതാണ്. നമ്മൾ പോയി നിൽക്കേണ്ടത് അവൻ്റെ മുമ്പിലാണ്. എല്ലാവരും, കാരണം അവൻ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിയതാണ്. എല്ലാവരും അവൻ്റേതാണ്, ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും. അതുകൊണ്ട് എല്ലാവരും അവൻ്റെ മുമ്പിൽ എത്തേണ്ടതാണ്. നമ്മളും അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നമ്മുടെ മരണം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ തനതുവിധി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ. ഈ ഭൂമിയിൽ അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാരുണ്യം, അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം അല്ലേ. ഫിലിപ്പിയരിൽ പൗലോസ് വീണ്ടും അതേക്കുറിച്ച് ഇങ്ങനെ ഓർപ്പിക്കുന്നൊരു വചനമുണ്ടല്ലോ. അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ആത്മാവിലെ ദൈവമാണ്, ശരീരത്തിൽ നമ്മെപ്പോലെ ആയെന്ന പൗലോസ് പറയുകയാണ്. അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാധാനം നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ. ഓർത്ത് നോക്കൂ, അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. പക്ഷെ അവൻ കാണപ്പെട്ടത് ഭൂമിയിൽ മനുഷ്യരൂപത്തിലാണ്. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, പൂർണ്ണ ദൈവമായിരുന്നിട്ടും മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തത്. യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ, സർവശക്തനായ എല്ലാ ജാതി ജനതകളും വിളിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും യേശുവിനെ ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. ഇന്നത്തെ ചിന്ത അതാണ്. അവൻ നമ്മൾക്ക് മഹത്വം തിരികെ നൽകാൻ, ദൈവിക മഹത്വം തിരികെ നൽകാൻ അവൻ നമ്മിൽ ഒരുവനായി. പാപം ചെയ്യാതിരുന്നിട്ടും നമ്മെ പോലെ പാപത്തിന് ശിക്ഷ അനുഭവിക്കുന്നതിനായി മാറി. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ, ഹല്ലേലൂയ. അവന്റെ ഉത്ഥാനമാണ്. ഇന്നവൻ ആത്മീയ ശക്തിയോടെ നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 4:14 ആദ്യം ഒടുവിൽ പറഞ്ഞതുപോലെ, അതിനാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കുന്നതിനായി നമുക്ക് ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പ്രധാന പുരോഹിതൻ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് നോക്കാം. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ സാരി വയസ്സ് അറ്റ്ലാന്റയിൽ നിന്ന് ഓർപ്പിച്ചതാണ്. സംഗീതം 121 പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഏറ്റവും ഉന്നതമായ സ്വർഗം വിശുദ്ധമാണ്. സ്വർഗത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അതെ, ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് കൊളോസ് ലേഖനം പറയുന്നത് പോലെ നമുക്കൊരു സ്ഥലം ഒരുക്കിയിട്ട് അവനോടെ ആയിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾക്ക്, അവിടേക്ക് ഉന്നതങ്ങളിലേക്ക്, ഭൂമിയിലുള്ളതല്ല ഉന്നതങ്ങളിലേക്ക് നോക്കുക. ഈ ഭൂമിയിലുള്ളതിനെ എല്ലാം നേരെയാക്കി നമുക്ക് വേണ്ടി അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഉപവിഷ്ടനായിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ സ്ഥാനമെന്നാണ് കൊളോസ്യർ 3 പൗലോസ് പറയുന്നത്. അതെ, തിരുമുമ്പിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ആഗോള സഭയിലെ പ്രതിവേദന സംഗീതം 105 സങ്കീർത്തനം. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിച്ച് അവിടുത്തെ പ്രവൃത്തികൾ ഇത് അറിയണം, എല്ലാവരും അറിയണേ. കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രഹോഷണമായി മാറട്ടെ. ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ട് യേശു ഒരു മതമൊന്നും സ്ഥാപിച്ചില്ല. അത് പിന്നെ അങ്ങനെ ആരോ വഴി വന്നതാണ്. നമ്മൾ ക്രിസ്ത്യാനികളിൽ നിന്നൊക്കെ അന്ത്യോക്യയിൽ വെച്ച് വിളിക്കപ്പെടുക. യേശു പറഞ്ഞില്ല നിങ്ങൾ ക്രിസ്ത്യാനികളിൽ നിന്ന് വിളിക്കപ്പെടണമെന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം നമ്മളൊരു മതമല്ല, നമ്മളൊരു ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മളിലൂടെ ഇന്ന് തുടരുന്നത്. അതെല്ലാ ജാതി ജനതകൾക്കും വേണ്ടിയുള്ള ഒരു മാർഗമാണ് നമ്മളുടെ ജീവിതം ആയിരിക്കണം. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.